പാർട്ടി സമ്മേളനങ്ങൾ കഴിയുമ്പോൾ റിയാസിനെ ഏത് തരത്തിൽ ശക്തിപ്പെടുത്താനുള്ള ആലോചനയാണ് പിണറായിയുടെ മനസ്സിലുള്ളത്? ഇത്തരം ചോദ്യങ്ങൾ ദയവായി നിങ്ങൾ സമയം കളയണ്ട. അതിന് ആൻസർ ചെയ്യേണ്ട അതിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ. നിയമസഭാ കക്ഷിയിൽ തുടരില്ലെന്ന് ഉറപ്പാണോ? അതിനപ്പുറമൊന്നുമില്ല. ഇതിനൊക്കെ ഞാൻ എങ്ങനെ ആൻസർ പറയാം? അല്ല സർ, പി.വി. അൻവർ നിയമസഭാ കക്ഷിയിൽ തുടരില്ലെന്ന് ഉറപ്പാണോ? പുറത്താക്കിയ തുടരില്ല. എന്നെ നിയമസഭാ അംഗമായി തുടരും. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് CM പറഞ്ഞു, അദ്ദേഹം ആദ്യം ഡിക്ലെയർ ചെയ്തു. ഞാൻ ഇന്നലെ അതെ, പാർലമെന്ററി പാർട്ടിയിൽ ഞാൻ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോഴത്തെ ഒരു വികാരപരമായി പറഞ്ഞായിരിക്കും. ഞാൻ പാർലമെന്ററി പാർട്ടിയിൽ എന്നെ പുറത്താക്കുന്നത് വരെ LDF പുറത്താക്കുന്നവരെ പാർലമെന്റ് അല്ലല്ല, ഇതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് താങ്കൾ സ്വയം പ്രഖ്യാപിച്ചു പുറത്താകുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി. ശ്രീ അൻവർ, പിണറായിയുടെ മടിയിൽ കനമുണ്ടോ? എനിക്കറിയില്ല. അൻവർ ഇന്ന് കൊണ്ടോട്ടിയിൽ പോകുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് മടി തപ്പി നോക്കിയിട്ടില്ല. അത് തപ്പി നോക്കേണ്ട ആളുകൾ തപ്പി നോക്കട്ടെ. അൻവർ ഇന്ന് കൊണ്ടോട്ടി പോക്ക് നടക്കില്ല. ഇത് രാവിലെ നിങ്ങൾ വളഞ്ഞില്ലേ? ഇല്ലല്ല, നീ നാളെ, ഇന്നിപ്പോ ഫ്രൈഡേയും കൂടെ ഇല്ലേ, പള്ളിയിൽ പോകണം. ഓക്കെ, സമ്മേളനത്തിന് ഒരുക്കങ്ങളോ അൻവർ? ഈ ചോദ്യം മറുപടി, സമ്മേളനത്തിന് ഒരുക്കങ്ങളോ? സമ്മേളനത്തിന് എന്താ ഒരുക്കാൻ? അവിടെ ഒരു മൈക്ക് വേണം, ഒരു ടേബിളിന്റെ മുകളിൽ കയറി ഞാൻ പ്രസംഗിക്കും. TK ഹംസ പറഞ്ഞത് കേട്ടില്ലേ? ഓൻ വിളിക്കുന്ന സമ്മേളനത്തിൽ ആരൊക്കെ പോകുമെന്ന് നോക്കട്ടെ എന്ന്. ആള് വരുമോ നമുക്ക് നോക്കാം. ആള് വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കല്ലോ. ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ പറയുന്നത്. അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് കാര്യ? ഞാനതിന് വലിയ പോസ്റ്റർ അടിച്ച് വലിയ സ്റ്റേജ് കെട്ടി പ്രചരണം നടത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ FB പോസ്റ്റ് ഇടും, ഇന്ന സമയത്ത് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെന്ന്. ഇനി ഇതൊന്നും വേണ്ടാത്ത ജനാണെങ്കിൽ ഈ ഭാരമൊക്കെ പാടെ ഞാൻ എൻ്റെ തലയിൽ കെട്ടിവെക്കണോ? ഈ വളർന്നു വരുന്ന സമൂഹം, യൂത്തിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ, വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൽ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക, ഒരു പാരാമീറ്റേഴ്സും അതിനില്ല. പൊതുസമൂഹത്തിനോടാണ് സംസാരിക്കുന്നത്. ആ ജനം വന്നാൽ ഞാൻ അവരോട് സംസാരിക്കും, അല്ലെങ്കിൽ ആ പണി നിർത്തി ഞാൻ പോരും. അത്രേ ഉള്ളൂ. ഞാൻ എന്തിനാലും ബേജാറാവുന്നു? ഞാൻ വലിയ സ്റ്റേജ് മൈക്ക് കെട്ടാനും പ്രചരണം നടത്താനും പോസ്റ്റർ അടിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതൊക്കെ പലരും ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ. അനവധി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഹിയർ, പ്ലീസ്. താങ്ക് യു മൈ ഡിയർ. ഓക്കെ, അൻവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കട്ടെ, ചായ കുടിക്കട്ടെ. എന്തായാലും വേണു, അൻവർ ഓപ്പൺ അറ്റാക്കിലാണ്, ഒരു തരത്തിൽ പിന്നോട്ടേക്കില്ല അല്ലേ? അതെ, അൻവർ എന്തായാലും ഇനിയും MV ഗോവിന്ദൻ കാര്യങ്ങൾ പറയട്ടെ, അപ്പോഴാണ് പിണറായിയുടെ മനസ്സറിയാൻ കഴിയുക. അതിനുശേഷം മടിയിൽ കനമുള്ള കാര്യത്തിലടക്കം പുതിയ വെളിപ്പെടുത്തലുകൾ അൻവർ നടത്തുമെന്ന് തന്നെ കരുതാം. എന്തായാലും 2:30-ക്കുള്ള MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്കറിയാം പിണറായി വിജയന്റെ മനസ്സ് ഏതു വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന്.